പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടി വേഗം വരുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കാം. ഫിലിപ്പി ലേഖനം 3:1. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. അതേ കാര്യം തന്നെ പൗലോസ് വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഭാഗം, അതിന്റെ 4-ാം അധ്യായം 4-ാം വചനത്തിൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദൈവമക്കൾ ദുഃഖിതരായി ജീവിക്കണം എന്നല്ല കർത്താവ് പഠിപ്പിച്ചത്, സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പഠിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ദൈവമക്കൾ. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈസ്റ്റർ സെലിബ്രേഷൻ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ആലോചനകൾ കടന്നു പോകുന്നത്. ഇന്ന് എല്ലായിടത്തും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. എന്നാൽ എന്തായിരിക്കണം ക്രിസ്ത്യാനിയുടെ ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കും. ദൈവം എന്താണ് നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനെയാണ് ആഘോഷിക്കേണ്ടത്. കാരണം സകലതും ക്രിസ്തുവിലാണ്. ബാക്കിയെല്ലാം മായയാണ്, എന്നുവെച്ചാൽ നിലനിൽക്കാത്തതാണ്. നമ്മൾ ബാക്കി ഏത് കാര്യത്തിൽ സന്തോഷിക്കാൻ പോയാലും അത് അവസാനം അത് മായയായി തീരും. ആ സന്തോഷം നിലനിൽക്കാൻ പോകുന്നില്ല. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷം ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിലുള്ള സന്തോഷത്തിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ക്രിസ്തീയ ജീവിതം, വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുള്ളൂ. ഈസ്റ്റർ ബൈബിളിൽ നാം നോക്കുമ്പോൾ ഈ ശബ്ദം, ഈസ്റ്റർ എന്ന വേർഡ് അല്ലെങ്കിൽ ശബ്ദം ബൈബിളിൽ ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നില്ല. അല്ലെങ്കിൽ കർത്താവോ അപ്പോസ്തലന്മാരോ ഈ ശബ്ദത്തെ പ്രായോഗികമാക്കിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇതിനെക്കുറിച്ച് സഭയോട് സംസാരിച്ചതായിട്ടോ അല്ലെങ്കിൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന രേഖകളോ ഒന്നും നമുക്ക് കാണാനില്ല. എന്നാൽ ഗുഡ് ഫ്രൈഡേയോട് ചേർന്ന് 3-ാം ദിവസം വരുന്ന സൺഡേ ഈസ്റ്ററായി ആഘോഷിച്ചു വരുന്നു. ഇത് നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈസ്റ്റർ എന്ന വേർഡ് കർത്താവിന്റെ ഉയർപ്പിനെ പ്രതിപാദിക്കുന്നതാണ്. അത് നമുക്ക് ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. കാരണം സ്വർഗദൂതൻ കർത്താവിന്റെ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളോട് സന്ദേശം കൊടുക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28:1-6 അവിടെ കർത്താവിന്റെ ദൂതൻ അല്ലെങ്കിൽ സ്വർഗദൂതൻ ആ സഹോദരിമാരോട് പറയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റ് 3 സുവിശേഷങ്ങൾ, മത്തായി അല്ലാതെ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷം, ഇതിലെല്ലാം നോക്കുമ്പോഴും കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മർക്കോസ് 16:6, ലൂക്കോസ് 24:1-6, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-17 വരെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് മറിയം മഗ്ദലിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റേ മതിയാവും. അത് നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാരണം, കർത്താവ് അത് തന്റെ ശിഷ്യന്മാരോട് തന്റെ വായ കൊണ്ട് തന്റെ അധരങ്ങളാൽ സംസാരിച്ചിട്ടുള്ളതാണ്. മത്തായി 16:21, അതുപോലെ മത്തായി 20:17-19, മത്തായി 26:31-32. ഇതുപോലെ തന്നെ മറ്റു സുവിശേഷങ്ങളിലും നമുക്കിത് കാണാം. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ കർത്താവ് കള്ളം പറഞ്ഞു എന്നാവും.
അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതിന് കേവലം അപ്പോസ്തലന്മാർ സാക്ഷികളാണ് എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15:3 മുതൽ 8 വരെ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15:3 മുതൽ 8 വരെയുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പൊ പൗലോസും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ കാര്യത്തിൽ അവനും സാക്ഷ്യം വഹിക്കുന്നവനാണ്. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം. കാരണം കർത്താവ് ആ കാര്യം തന്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ശബ്ദത്തിലൂടെ അത് അരുളി ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാരണം പഴയ നിയമ പ്രവചന നിവർത്തിയാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനം 2:7 ആ കാര്യത്തെ കോട്ട് ചെയ്ത് വ്യാഖ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 13:31 മുതൽ 33 വരെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെ കർത്താവിന്റെ ദാസൻ അതിനെക്കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:31 മുതൽ നമുക്കൊന്ന് നോക്കാതെ. അതിന്റെ 33 ഞാൻ വായിക്കുന്നേ. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ സങ്കീർത്തനം 2:7 പറഞ്ഞ കാര്യമാണ് ഇവിടെ ദൈവദാസൻ പരിശുദ്ധാത്മാവിലൂടെ എഴുതുന്നത്. അതേ വിഷയം തന്നെ സങ്കീർത്തനം 16:8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും ആ കാര്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2:25 മുതൽ 36 വരെയുള്ള ഭാഗത്തിലും ആ കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം അത് കർത്താവായ യേശു ക്രിസ്തു സ്വയം പറഞ്ഞതാണ്. രണ്ടാമത്തെ കാരണം അത് പഴയ നിയമ പ്രവചന നിവൃത്തിയാണ്. മൂന്നാമത്തെ കാരണം മനുഷ്യന്റെ രക്ഷ. മനുഷ്യന്റെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ കർത്താവ് ഉയർക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15:11 മുതൽ 20 വരെയുള്ള ഭാഗത്തിൽ പൗലോസ് ആ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് എന്തോ പറയുന്നത്, നമ്മുടെ വിശ്വാസം അത് തെറ്റാണെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ആ കാര്യത്തെ പൗലോസ് പഠിപ്പിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥവും നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥവും. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അപ്പം ഒരു വ്യക്തിയുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. അതിനെക്കുറിച്ച് പൗലോസ് റോമാലേഖനത്തില് അതിന്റെ 10-ാം അധ്യായം 9, 10, 11 ഇങ്ങനെ പറയുന്നുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെയാണ്.
അതിനെക്കുറിച്ച് നമ്മൾ കേട്ട് വിശ്വസിക്കണം. അപ്പൊ ഉയർത്തിട്ടില്ലാത്തൊരു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച് അത് കപടപ്രസംഗം നടത്തിയ ഒരാളെ വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ നീതിക്ക് നിരന്നതല്ല. ദൈവം ചെയ്യാത്തൊരു കാര്യം പ്രസംഗിക്കാൻ ആരോടും പറയില്ല. ദൈവം ചെയ്ത കാര്യം പ്രസംഗിക്കാനാണ് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത്. അപ്പം മനുഷ്യന്റെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കണം. അപ്പം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ ഈ വിശ്വാസം എങ്ങനെ വരുന്നത്? റോമർ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പോൾ നമുക്ക് രക്ഷ പൂർത്തിയാകും. ആ രക്ഷ മനുഷ്യർക്ക് ലഭ്യമാകണമെങ്കിൽ, ആ രക്ഷ പൂർത്തിയാകാനും ആ രക്ഷ മനുഷ്യർക്ക് ലഭ്യമാകാൻ നമ്മൾ ഈ വചനത്തിൽ വിശ്വസിക്കണം. റോമർ 6:9-10. നാലാമത്തെ കാര്യം, കർത്താവ് ഉയർക്കണം എന്നുള്ളതിന്റെ നിർബന്ധം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിച്ച് ആ ജയം മനുഷ്യർക്ക് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർക്കണം. അപ്പോൾ മാത്രമേ മരണത്തിന്റെ അധികാരിയായ പിശാച് നീങ്ങിപ്പോകൂ. അത് നമ്മള് എബ്രായ ലേഖനം 2:14-15, വെളിപ്പാട് പുസ്തകം 1:17-18 ഇവിടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മള് എബ്രായ ലേഖനം 2:14-15 ശരിക്ക് ആത്മാവിൽ അത് ഗ്രഹിച്ച് മനസ്സിലാക്കണം. അവിടെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പൊ നമുക്കിത് ശരിക്കും മനസ്സിലാക്കണം. നമ്മള് ചിന്തിക്കുന്ന രീതിയിലല്ല. അപ്പം കർത്താവ് ഉയർക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ആ കാര്യം പറഞ്ഞു, തന്റെ ആദരം കൊണ്ട് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പഴയ നിയമ പ്രവചനമാണ്. അപ്പൊ ഈ പ്രവചനം നിവൃത്തിയായി പറ്റും. മൂന്നാമത്തെ കാര്യം, മനുഷ്യന്റെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കണം. ആ കർത്താവിൽ അവർ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ പൂർണ്ണമാകുള്ളൂ. നാലാമത്തെ കാര്യം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കിയിട്ട് മരണത്തിന്മേലും അധോലോകത്തിന്മേലും ജയം പ്രാപിച്ച് കർത്താവ് അതിനെ ഘോഷിക്കണമെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതിനെക്കുറിച്ച് കർത്താവ് പത്മോസില് യോഹന്നാനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാണ് എന്നേക്കും ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അതിലൂടെയാണ് പിശാച് അടിയരവ് പറഞ്ഞ് മരണത്തിന്റെ അധികാരം അവന്റെ കയ്യിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അത് കർത്താവായി ഇപ്പോൾ അതിന്റെ അധികാരി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും ശരിക്കും അറിയാത്തൊരു കാര്യമാണ്. കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് വെറുതെ നമ്മള് പാതിരാത്രിയില് 12 മണിക്ക് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നും പറഞ്ഞിട്ട് നമ്മൾ മണിയടിച്ചാലൊന്നും അതുകൊണ്ടൊന്നും ഒരു ലാഭമൊന്നുമില്ല. മണിയടിക്കാനെന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ കാര്യങ്ങളെ വിശ്വസിച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കർത്താവ്. അപ്പോൾ അഞ്ചാമത്തെ കാര്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റാലേ ജീവിപ്പിക്കുന്ന ആത്മാവായി വരൂ. കർത്താവായ യേശുക്രിസ്തു നമ്മിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ജീവിപ്പിക്കുന്ന ആത്മാവായിട്ടാണ് അവൻ വരുന്നത്. ഇത് നമ്മള് അത് മനസ്സിലാക്കണം. അത് 1 കൊരിന്ത്യർ ലേഖനം 15:45 ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പം കർത്താവായ യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മിലേക്ക് വരാൻ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴാണ് ഈ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനിലേക്കും കർത്താവ് പ്രവേശിക്കുന്നത്. ആ ആത്മാവാണ് കർത്താവ് പിതാവിൽ നിന്ന് വാങ്ങി ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2:33 പറയുന്നത്. അപ്പം നമ്മൾ 5 കാര്യം കണ്ടു. കർത്താവ് ഉയർത്തെഴുന്നേൽക്കേണ്ട മുഖ്യ വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം, കർത്താവ് ശിഷ്യന്മാരുടെ ഈ കാര്യം പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ യെരുശലേമിൽ ബന്ദിയാക്കപ്പെടും, അല്ലെങ്കിൽ അവർ എന്നെ അറസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അവർ അപമാനിക്കും, നിന്ദിക്കും, ഇതെല്ലാം ചെയ്തതിന് ശേഷം അവരെന്നെ ക്രൂശിക്കും, എന്നിട്ട് ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് തന്റെ എല്ലാ സുവിശേഷത്തിലും ഈ കാര്യം താൻ സംസാരിക്കുന്നുണ്ട്. അപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം അത് നിറവേറണം, ഇല്ലെങ്കിൽ കർത്താവല്ലല്ലോ. രണ്ടാമത്തെ കാര്യം പഴയ നിയമ പ്രവചന നിവൃത്തി. മൂന്നാമത്തെ കാര്യം മനുഷ്യന്റെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ അവൻ വിശ്വസിക്കണം. നാലാമത്തെ കാര്യം അത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കിയിട്ട് മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരം പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് മതി. അഞ്ചാമത്തെ കാര്യം ജീവിപ്പിക്കുന്ന ആത്മാവായി മനുഷ്യർക്ക് കർത്താവ് ലഭ്യമാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം. ആറാമത്തെ കാര്യം കർത്താവ് തന്ന ആശ പൂർണ്ണമാകണമെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ കർത്താവ് യോഹന്നാൻ 14:1-3 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ആ കാര്യം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-3 വരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ പ്രത്യാശ ദൈവമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. യോഹന്നാൻ 14:19, 20, അതിന്റെ 28, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:11 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. അപ്പം കർത്താവ് തന്ന ഈ പ്രത്യാശ കർത്താവ് ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ നിറവേറൂ, അല്ലാതെ ഈ ആശ നിറവേറാൻ പോകുന്നില്ല. അപ്പം ഇന്ന് ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് കർത്താവിന്റെ സഭയുടെ പുനരുത്ഥാനം. ഇനി നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് കർത്താവിന്റെ സഭയുടെ പുനരുത്ഥാനം. അത് 1 കൊരിന്ത്യർ ലേഖനം 15:52 നമുക്കത് വായിക്കാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 15:52. ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെ ശരിയാവണ്ണം വിശ്വസിക്കണം. അതുപോലെ തന്നെ 1 തെസ്സലോനി അതിന്റെ 4:16-17 കർത്താവിന്റെ ദാസൻ പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. നമ്മളത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. അപ്പം ഉയർപ്പിന്റെ കാര്യം ഉറപ്പാണ്. ദൈവമക്കൾ, കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട മക്കൾ ഈ ലോകത്തുനിന്ന് ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും അവർ ആ മരിച്ചവർ ഉയർക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരമായി എടുക്കപ്പെടും. അതാണ് ഇപ്പോൾ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങൾ.
അത്ഭുതം. വെളിപ്പാട് പുസ്തകം 20:6 പറയുന്നുണ്ട്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. കാരണം ആ കാര്യം ഇവിടെ ശരിക്കും പറയുന്നത്, അതൊന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 20:6. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ആമീൻ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനാടിസ്ഥാനത്തിൽ മരിച്ചവർ ഉയർക്കണമെങ്കിൽ കർത്താവ് ആദ്യം ഉയർത്തെഴുന്നേൽക്കണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 15 അതിന്റെ 22-23 നമുക്കത് വായിക്കാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 15:22. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും തന്താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ആമീൻ. അപ്പം അതിന്റെ 20 വായിച്ചേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നു. ആമീൻ. അപ്പൊ കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പുനരുത്ഥാനമില്ല. കർത്താവാണ് ഈ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ. അത് കൊലോസ്യൻ 1:18 വായിച്ചേ. അതിന്റെ അവസാനം പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനം 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അപ്പോൾ നമ്മളുടെ പുനരുത്ഥാനത്തിന്റെ എന്നുവെച്ചാൽ നാം സഭ, കർത്താവിന്റെ മണവാട്ടി സഭ പുനരുത്ഥാനം പ്രാപിക്കും, എടുക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും. അപ്പോൾ ഈ വചനം അങ്ങനെ നിവൃത്തിയാകും. അത് പഴയ നിയമഭക്തനായ ദാനിയേലും പറയുന്നുണ്ട്. ദാനിയേലിന്റെ പ്രവചന പുസ്തകം അതിന്റെ 12:2 വായിക്കാവോ? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ആമീൻ. ഈ വിഷയം കർത്താവായ യേശുക്രിസ്തു തന്റെ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5:28-29 കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നാം ധ്യാനിക്കുന്ന വിഷയം ഈസ്റ്റർ, കർത്താവിന്റെ പുനരുത്ഥാനം എന്തിനോടുള്ള ബന്ധത്തിലായിരുന്നു. ഇതൊന്നും അറിയാതെ വെറുതെ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഇന്ന് ഈസ്റ്റർ ആണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങള് കൂടുന്നു വർഷത്തിലൊരിക്കൽ. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ആ നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്തിന്? ഇത് മനസ്സിലാക്കി എനിക്ക് ഈ നേട്ടം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. നീ കർത്താവിന്റെ പുനരുത്ഥാനത്തെ വിശ്വസിക്കാത്തിടത്തോളം നിനക്ക് രക്ഷയില്ല. നീ കർത്താവിന്റെ പുനരുത്ഥാനത്തെ വിശ്വസിക്കാതെയാണ് സ്നാനപ്പെട്ടതെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കർത്താവിന്റെ പുനരുത്ഥാനത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. അപ്പോഴാണ് ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പ് നിനക്ക് നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അല്ല, യേശുക്രിസ്തുവിനോട് 6:3-5 വരെയുള്ള ഭാഗം വായിക്കാൻ പോകുന്നത്. റോമാലേഖനം 6:3-5 വരെയുള്ള ഭാഗം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മിൽ വരുന്ന വിശ്വാസം നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് പുനരുത്ഥാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ആ കാര്യത്തെ മനസ്സിലാക്കാതെ, അറിയാതെ, വിശ്വസിക്കാതെ നാം സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നാനപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടോ യാതൊരു നേട്ടവുമില്ല. നമ്മൾ കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുന്നത് അതിന്റെ 2:12 സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ കർത്താവായ ദൈവം, പിതാവായ ദൈവം പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ കേൾക്കുകയും അറിയുകയും അതിന് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ സ്നാനം. അപ്പൊ ഈ കാര്യങ്ങൾ ഇന്ന് അനേകര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മനസ്സിലാക്കി വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റെടുത്ത് നമ്മൾ വീണ്ടും ജന അനുഭവത്തിലൂടെ സ്നാനപ്പെടണം. അപ്പോഴാണ് നമുക്ക് ജീവന്റെ പുതുക്കത്തിലുള്ള ഒരു നടപ്പ് നടക്കാൻ കഴിയുള്ളൂ. അപ്പൊ പൗലോസും ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഫിലിപ്പി ലേഖനം 3:10-11 നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഈ ആശയിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നു. ഏതാശയില്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് ഇന്ന് സഭയെ പരിപാലിക്കുകയാണ്. ആ കർത്താവ് സഭയെ ചേർക്കാൻ വരും. ഈ ആശയിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനിയുടെ മരണത്തെ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് പറയില്ല. അവൻ വിശ്രമത്തിൽ അല്ലെങ്കിൽ നിദ്രയിൽ പോയി. ലാസറിനെ കുറിച്ച് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട്, ലാസർ നിദ്ര കൊള്ളുന്നു എന്നാ പറയുന്നത്, മരിച്ചു എന്ന് പറയുന്നില്ല. അപ്പം നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്ത്യാനി എല്ലാരും ക്രിസ്ത്യാനിയല്ല. റോമാലേഖനം 8:9 ഒന്ന് വായിച്ചേ. റോമർ 8:9 വായിക്കുകയാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ക്രിസ്ത്യാനി ആരാണെന്നുള്ളത്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മാസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആമീൻ. അപ്പം ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടാവണം ക്രിസ്ത്യാനിയാവാൻ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്രിസ്തീയ സംഘടനയിൽപ്പെട്ടതാ, അല്ലെങ്കിൽ എന്റെ പേര് ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മാമോദീസ എടുത്തവനാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ട് കർത്താവ് കൂടൂല. കർത്താവ് കൂടും ക്രിസ്ത്യാനിയായിട്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് വരണം. ക്രിസ്തുവിന്റെ ആത്മാവ് അല്ലെങ്കിൽ നമ്മള് അപ്പോസ്തല പ്രവൃത്തി 11:26 ഒന്ന് വായിച്ചേ. അവർ സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ശിഷ്യന്മാരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ ഭൂലോകത്തെമ്പാടും പോയി ജനങ്ങളെ എന്റെ ശിഷ്യരാക്കണം, എന്നിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ അവരത് പാലിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. അവരത് പാലിക്കണം. എന്ത് വഴിയിൽ പാലിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം. ആരെങ്കിലും എഴുതി വെച്ചതല്ല, ആരുടെയെങ്കിലും ബുദ്ധി തോന്നിയതല്ല. എന്റെ കർത്താവിന്റെ ഉപദേശമുണ്ട്. പിതാവിലൂടെ ആ ഉപദേശം ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് തന്നിട്ടുണ്ട്. ആ ഉപദേശം പഠിപ്പിക്കണം. എവിടെന്നെങ്കിലും എടുത്ത് പഠിപ്പിച്ചാലൊന്നും കാര്യം നടക്കില്ല. അതൊന്നും ദൈവിക പദ്ധതിയല്ല. അതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ വന്നതും അവൻ എഴുതി വെച്ചതാ. അതൊന്നും കർത്താവ് അംഗീകരിക്കും. കർത്താവിന്റെ ഉപദേശങ്ങളുണ്ട്. അത് ബൈബിൾ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈബിളിൽ നിന്ന് പലരും കൂട്ടിക്കളയുന്നു, അല്ലെങ്കിൽ ബൈബിളിനെ അഡീഷണൽ അൾട്രേഷൻ ചെയ്യുന്നു. ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 ഭാഗം ഒന്ന് വായിച്ചേ. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലെയും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആമേൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്ക വണ്ണം അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം. അപ്പൊ നമ്മള് വെറുതെ എന്തെങ്കിലും നമ്മുടെ ബുദ്ധി തോന്നിയത് പഠിപ്പിച്ചത് കൊണ്ട് ആരും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പോകുന്നില്ല. പുറമേയുള്ള വിശുദ്ധ ജീവിതം അല്ല. നാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്താണെന്നുള്ളത് തിരിച്ചറിയണം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശുദ്ധി നമുക്ക് വേണം. ആ വിശുദ്ധിയെ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണ. അതിലൊന്നും കർത്താവ് പ്രസാദിക്കുന്നില്ല. അപ്പം ഒരു ക്രിസ്ത്യാനി ഏതാശയിലാണ് ജീവിക്കുന്നത്? കർത്താവ് എന്നെ ചേർക്കാൻ വരും. ആ ആശ അവൻ എവിടെ നിന്ന് ലഭിക്കുന്നു? കർത്താവിന്റെ ഉയർപ്പിൽ വിശ്വസിച്ചതുകൊണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ടെന്നും
ആ കർത്താവാണ് സഭ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും, കർത്താവ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും സഭയിൽ ചേർക്കുന്നതെന്നും ആ കർത്താവാണ് സഭയെ പണിയുന്നത്, ആ കർത്താവാണ് സഭയ്ക്ക് തല, ആ കർത്താവാണ് സഭയെ ചേർക്കാൻ വരുന്നത്. അപ്പൊ കർത്താവും സഭയുമായിട്ട് വളരെ റിലേഷനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് സഭയെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പം കർത്താവിന്റെ ശരീരമാണ് കർത്താവിന്റെ മണവാട്ടി സഭ. അപ്പൊ ഈ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കർത്താവ് സ്വർഗത്തിൽ അത് അറിയുന്നുണ്ട്. അപ്പം തന്റെ സഭയെ അറിയുന്ന ഒരു കർത്താവാണ് സഭയെ ചേർക്കാൻ വരുന്നത്. അല്ലാണ്ട് ഞാൻ സഭയാണെന്ന് പറയുന്നവരെയല്ല, കർത്താവിനോടുകൂടെ ജീവിക്കുന്നവരെ, കർത്താവിൽ ജീവിക്കുന്നവരെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവര് കർത്താവിന്റെ വരവെങ്കിൽ പൂർണ്ണമായി എടുക്കപ്പെടും. കാരണം ഒന്ന്, അവർ സ്വർഗത്തിലെ പൗരന്മാരാണ്. രണ്ട്, അവരുടെ പ്രതീക്ഷ, അവരുടെ ലക്ഷ്യം, അവരെന്താ ആഗ്രഹിച്ചിരിക്കുന്നത്, കർത്താവ് വരും ഞങ്ങളെ ചേർക്കാൻ എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ജീവിതം, അത് നമ്മളൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 3:20-21 വായിച്ചേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ആരെ കാത്തിരിക്കുന്നേ? ഈസ്റ്ററിനെ കാത്തിരിക്കുന്നു. ആരെ കാത്തിരിക്കുന്നേ? ഗുഡ് ഫ്രൈഡേ കാത്തിരിക്കുന്നു. ആരെ കാത്തിരിക്കുന്നേ? ക്രിസ്മസിനെ കാത്തിരിക്കുന്നു. ആരെ കാത്തിരിക്കുന്നേ? പള്ളിയിലെ പെരുന്നാളിനെ കാത്തിരിക്കുന്നു. വിശുദ്ധന്മാരുടെ ഓർമ്മ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു. ഇതൊന്നും അല്ല കർത്താവ് പറഞ്ഞു, എന്നെ കാത്തിരിക്കാനാ പറഞ്ഞു. കാരണം കർത്താവ് ചേർക്കാൻ വരുന്നത്. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന മറ്റു പല കാര്യങ്ങളാ. അപ്പൊ പിന്നെ നമ്മൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയുള്ളൂ. കർത്താവ് വരാൻ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണോ നമ്മൾ? ആ കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ച് മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പ്രസംഗിക്കുന്ന ഞാനടക്കം നിങ്ങളടക്കം കർത്താവിനെ കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർ കർത്താവിന്റെ പഠിപ്പിനനുസരിച്ചുള്ള വിശുദ്ധ ജീവിതം നയിച്ചിരിക്കും. അങ്ങനെ നയിക്കുന്നില്ലെങ്കിൽ, ആ വേർപാടോടെ ജീവിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പറയുന്നത് വെറും പൊളിയാ. ഞാൻ ഈ വചനം പ്രസംഗിക്കുന്ന ഞാനടക്കം പൊളി പറയുക. കാരണം അങ്ങനെ ജീവിക്കാത്തൊരു വ്യക്തിക്ക് കർത്താവിന്റെ വരവെങ്കിൽ ഒരനുഭവം വരാൻ പോകുന്നില്ല, അത് ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് നമ്മള് പൊളി പറയുന്നവരാകരുത്, നമ്മൾ വമ്പ് പറയുന്നവരാകരുത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിനോട് ബന്ധമില്ലാതെ സംസാരിക്കുന്നവരാകരുത്. അപ്പം പ്രിയ സഹോദര സഹോദരി, നീ ഈ ആശയോടെയാണോ ഇന്ന് ജീവിക്കുന്നത് എന്ന് നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. അല്ലെങ്കിൽ നിന്റെ ഈസ്റ്റർ സെലിബ്രേഷൻ വ്യർത്ഥമാ. നിന്റെ ഈസ്റ്റർ സെലിബ്രേഷൻ വ്യർത്ഥം. കാരണം ഈ ലോകത്തിൽ ചില സുഖങ്ങൾ നേടാൻ അല്ലെങ്കിൽ സന്തോഷം നേടാൻ 10 പേരെ കൂട്ടി, ബന്ധുക്കളെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു, പള്ളി പെരുന്നാളിന് ആൾക്കാർ വന്നു, അവിടെ ഇറച്ചി മീൻ ഉണ്ടാക്കി തിന്നു കുടിച്ചു, സന്തോഷിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ചിലര് ഞായറാഴ്ച ദിവസം പോവും, എന്തു പറയും, നിങ്ങള് കുർബാന കണ്ടിട്ട് വരിക. ഇതൊക്കെ എങ്ങനെയുള്ള കാര്യങ്ങളാ? ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇത് നമ്മളൊക്കെ തിരിച്ചറിയണം. ഈ ആരാധനയെ കുറിച്ച് ശരിയായ വെളിപ്പാടില്ലെങ്കിൽ നമ്മൾ വെറും കാഴ്ചക്കാരായി നിൽക്കുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണെങ്കിൽ കളിക്കുന്നവരും ഓഡിയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പ്രൈസ് ഓഡിയൻസിനല്ല കിട്ടുന്നത്, പ്രൈസ് കളിയിൽ ഇറങ്ങി ജയിക്കുന്നവർക്ക്. കളിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല, കളിയിൽ ജയിക്കുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിന്നു കുടിച്ച് സന്തോഷിച്ച് ഇവിടെ കിടന്നുറങ്ങും. കർത്താവിൽ ജീവിക്കുന്നവർ, കർത്താവിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ, കർത്താവിനായി ഒരുങ്ങിയിരിക്കുന്നവർ പോവും. അങ്ങനെ വചനം പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായത്തിലേക്ക് വന്നേ സഹോദരന്മാരെ. ഒരു ചെറിയ ദൃഷ്ടാന്തം അവിടെ പറയുന്നുണ്ട്. അതിന്റെ 25-ന്റെ 1 മുതൽ 11 ഭാഗങ്ങളാണെങ്കിലും ഞാൻ അത് മുഴുവൻ വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ 10-ൽ ഇങ്ങനെ പറയുന്നത്, ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയിരുന്നവർ, അപ്പോൾ ഒരു ഒരുക്കം ഉണ്ടായിരിക്കും ദൈവമക്കൾ. അല്ലാത്തവർക്ക് ഇവിടെ തിന്നും കുടിച്ചും കഴിഞ്ഞു കൂടിയാൽ മതി. അതാണ് 1 കൊരിന്ത്യർ 15:19 കർത്താവിന്റെ ദാസൻ പൗലോസ് ഇങ്ങനെ പറയുന്നത്. 1 കൊരിന്ത്യർ 15:19 പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അപ്പൊ കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷയിലല്ല ഇന്ന് ഒട്ടുമുക്കാലും പേര് ജീവിക്കുന്നവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത് തന്നെ തെറ്റാ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണ്, അവൾ മറ്റു ചെറുക്കനെ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലല്ല, അവൾക്ക് കല്യാണത്തിന്റെ കാര്യത്തിനായിട്ടായിരിക്കും അവളുടെ എല്ലാ തയ്യാറെടുപ്പും. കാരണം കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ അവള് ഒരു പുരുഷനായി കഴിഞ്ഞു, നിയമിക്കപ്പെട്ടു കഴിഞ്ഞു.
ഇനി ആ പുരുഷനായിട്ട് വിവാഹം നടക്കണം. അപ്പൊ എല്ലാ കല്യാണ ഉറപ്പിക്കലും കല്യാണ നിശ്ചയവും വിവാഹത്തിൽ കലാശിക്കുന്നില്ല. എത്ര കല്യാണ നിശ്ചയ മുടങ്ങിപ്പോയത്? അപ്പൊ നമ്മുടെ കല്യാണ നിശ്ചയം മുടങ്ങി പോകാതിരിക്കാൻ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നേ. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-3 വചനം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാ പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ഒരു ക്രിസ്തു എന്ന മണവാളന് വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തി ജീവിതങ്ങളാണ് സഭ. അവർ കന്യകമാരാണ്. അവർ ഒരിക്കലും തങ്ങളുടെ വിശുദ്ധിക്ക്, ഹൃദയവിശുദ്ധിക്ക്, ഹൃദയ നിർമ്മലതയ്ക്ക് കോട്ടം വരാൻ ഇട കൊടുക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവരാണ്. ഇതൊന്നും തിരിച്ചറിയാതെ പകൽമാന്യന്മാരായി അല്ലെങ്കിൽ വേഷഭക്തിയിൽ വേഷം ധരിച്ച് ഞങ്ങൾ ഭക്തരാണെന്നും ഭക്തിയുള്ളവരാണെന്നൊക്കെ കാണിച്ച് ജീവിക്കുന്നവർ ആരെ കാണിക്കാനാ? മനുഷ്യരെ കാണിക്കാനാ? നമ്മളുടെ ഈ ഓട്ടം സെമിത്തേരി വരെ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ടില്ല. ചത്ത് നമ്മള് അവസാനം വളമായി പോവും. പക്ഷെ നമ്മുടെ ഈ ആത്മാവ് എവിടെ പോകുന്നുള്ളത് നമ്മളൊന്ന് ഇന്ന് ചിന്തിക്കണം. കാരണം ഈസ്റ്റർ സെലിബ്രേഷൻ ചെയ്തല്ലോ, ഈസ്റ്ററിന്റെ അനുഭവം ഉണ്ടോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ ആത്മാവിൽ വന്നോ? അവൻ ഇന്ന് നിന്റെ ആത്മാവിൽ ജീവിക്കുന്നുണ്ടോ? നിന്റെ ആത്മാവിൽ നിന്ന് നിനക്ക് അവന്റെ സ്വരം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കഴിയാത്ത നിനക്ക് നീ കർത്താവിന്റെ ആണെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ അംഗീകരിക്കണ്ടേ? ഓരോ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ പോവുകയാണെങ്കിൽ ആ ലെറ്ററിൽ ഒരു റൗണ്ട് സ്റ്റാമ്പ് ഉണ്ട്. റൗണ്ട് സ്റ്റാമ്പ് ഇങ്ങനെ അടിക്കും. ആ റൗണ്ട് സ്റ്റാമ്പ് സീല് അടിച്ചു കഴിയുമ്പം ആ ലെറ്റർ ഇന്ന ഓഫീസിൽ നിന്ന് അത് വന്നതാണെന്നുള്ളതിന്റെ തെളിവായി. ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എല്ലാ വ്യക്തി ജീവങ്ങളെയും മുദ്രയിടുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 1:22, എഫേസ്യ ലേഖനം 1:14 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥമായ ആ ഉയർപ്പിന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ ഈ പുറമെ നമ്മൾ ജനങ്ങളുടെ മധ്യത്തിൽ സെലിബ്രേഷൻ നടത്തി കർത്താവിൽ സന്തോഷിക്കുന്നവരായിരുന്നു വർത്തി തീർക്കുന്ന നാം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തനും കർത്താവിന്റെ 2ാം വരവെങ്കിൽ ഒരു ലാഭവും ഉണ്ടാകില്ല. ഇത് മനസ്സിലാക്കണം. യഥാർത്ഥ ഈസ്റ്റർ രക്ഷിക്കപ്പെട്ടവർക്കാണ്. അവർ ആത്മാവിൽ കർത്താവുമായി ഒന്നായി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഈ കർത്താവിന്റെ ആത്മാവ് ലഭിക്കുന്ന ഒരു വ്യക്തി അവൻ കർത്താവുമായിട്ട് ഒന്നായി തീരുകയാണ്. അങ്ങനെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. നമ്മള് കൊരിന്ത്യർ ലേഖനം അവിടെ പറയുന്നത് അതിന്റെ 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6:17 പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവായി. അപ്പൊ ഈ രക്ഷയിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന് സ്വർഗവുമായി കൂട്ടിയിണക്കുകയാണ്. അങ്ങനെ സ്വർഗവുമായി ബന്ധിക്കപ്പെട്ട് ആ രക്ഷയുടെ സന്തോഷത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപക്ഷമ ലഭിച്ചു, നീതീകരണം ലഭിച്ചു, എന്റെ അതിക്രമങ്ങൾക്ക് മോചനം ലഭിച്ചു, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിന്റെ പൈതലാണ്, കർത്താവ് എന്നെ മകനായി മകളായി അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്നുള്ള ആ യഥാർത്ഥ വെളിപ്പാട് ലഭിച്ചൊരു വ്യക്തി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അവൻ ഇരുട്ടിലായിരുന്നവൻ വെളിച്ചത്തിലേക്ക് വന്നു, അടിമത്തത്തിൽ കിടന്നവൻ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു, അവൻ ചേറ്റിൽ കിടന്നവൻ അവൻ പാറമേലേക്ക് വന്ന് കഴുകപ്പെട്ട് പാറമേൽ നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ അനുഭവമൊന്നുമില്ലാതെ നമ്മൾ പറയുന്ന ഈസ്റ്റർ ശരിയാണോ? നമ്മളൊന്ന് ചിന്തിക്കണം സഹോദര. ഈസ്റ്ററിലൂടെ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം ഈ ലോകത്തിലേക്ക് മഴ പോൽ പകർന്നിരിക്കുന്നത്. അത് നമ്മൾ പ്രാപിക്കാതെ നമ്മൾ വെറും
ഈ പുറമെ ക്രിസ്ത്യാനി എന്ന് അഭിനയിച്ച് ജീവിക്കുന്നത് തെറ്റല്ലേ? അപ്പം നാം രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് കർത്താവിന്റെ കൂട്ടായ്മയിൽ കർത്താവിനോട് കൂടെ നടക്കുന്നവൻ കർത്താവിന്റെ പ്രതീക്ഷയിൽ ജീവിക്കുന്നതുകൊണ്ട്, കർത്താവിന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവൻ ഹാനോക്കിനെ പോലെ എടുക്കപ്പെടും. ഹാനോക്കിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഉൽപ്പത്തി 5:24 കർത്താവ് അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതായിപ്പോയി എന്നാണ്. അവൻ ഹാനോക്കിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഉൽപ്പത്തി അതിന്റെ 5:22 മുതൽ വായിക്കുമ്പോൾ ഹാനോക്ക് 300 വർഷം കർത്താവിനോട് കൂടെ നടന്നു എന്നാ പറയുന്നത്. 300 വർഷം. ആ കാര്യം പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11:5 പറയുന്നുണ്ട്. കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു, അതുകൊണ്ട് അവൻ എടുക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ആരോട് കൂടെയാണ് നടക്കുന്നേ? നമ്മൾ ആരോട് കൂടെയാണ് നടക്കണേ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. ചില ലോകക്കാരോടുകൂടെ, തന്റെ സുഹൃത്തുക്കളോടുകൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഇതിലാണ് ജീവിതം എന്ന് കഴിഞ്ഞാൽ ആരെ അനുസരിച്ച് ജീവിക്കുന്നു അവരോട് കൂടെയാണ് നിങ്ങളുടെ നടപ്പ്. സ്നാനപ്പെട്ട നീ, കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നീ കർത്താവിന്റെ കൂടെ നടക്കണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി ഭർത്താവിന്റെ കൂടെയാണ് നടക്കേണ്ടത്. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ. ഗലാത്യ ലേഖനം 3:27 പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. റോമാലേഖനം 6:3 മുതൽ 5 വരെ നമ്മൾ വായിച്ചായിരുന്നു. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 2:12 അത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നതാണ് കൊലോസ്യർ 2:6-7 നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിച്ചെങ്കിൽ ഇനി ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കണം. എന്നിട്ട് ക്രിസ്തുവിൽ വേരൂന്നണമെന്നാ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷയിൽ ജീവിക്കണം. അതാണ് എബ്രായ ലേഖനം 9:28 ഫിലിപ്പി ലേഖനം 3:20 പറയുന്നത്. കർത്താവിന്റെ പ്രതീക്ഷയിൽ ജീവിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടാതെ കർത്താവിനെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഒരു ഗുഡ് ഫ്രൈഡേ, അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ഇത് വർഷത്തിലൊരിക്കൽ സെലിബ്രേറ്റ് ചെയ്ത് പുറമെ സന്തോഷിക്കുന്നവർ നിങ്ങൾ ഷുവറായിട്ടും തീർച്ചയായിട്ടും വഞ്ചിക്കപ്പെടുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് നീ നിന്റെ രക്ഷയെ ഉറപ്പുവരുത്തണം. രണ്ടാമത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉറപ്പുവരുത്തണം. നമ്മുടെ പേരിന്ന് പാൻ കാർഡിലുണ്ട്, ആധാർ കാർഡിലുണ്ട്, റേഷൻ കാർഡിലുണ്ട്, ATM കാർഡിലുണ്ട്, അങ്ങനെ പലയിടത്തും ഇന്ന് നമ്മുടെ പേരുണ്ട്. പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് എപ്പോഴെങ്കിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? കാരണം അവിടെ പോയി നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ ജീവന്റെ പുസ്തകം കർത്താവിന്റെ കയ്യിലായിരിക്കുന്നത്. അവിടെ ഒരു അച്ഛനോ കപ്പ്യാർക്കോ ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്കോ പോയി അവിടെ എഴുതാനൊന്നും പറ്റൊന്നുമില്ല. അത് എഴുതണമെന്നുണ്ടെങ്കിൽ കർത്താവ് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കൊരു സാക്ഷ്യം കിട്ടും നിങ്ങളുടെ ആത്മാവിൽ. എന്താണെന്നറിയോ? റോമർ 8:16 ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ആരാ? നിങ്ങൾ ദൈവമക്കളാണ്. അതിന്റെ 14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവമക്കളെത്ര. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു 1 യോഹന്നാൻ 3:1 മുതൽ 3 വരെ. കാൺവിൻ, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് ദൈവം എത്രമാത്രം വലിയ സ്നേഹമാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ. അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടോ? നമ്മളോട് ചോദിക്കും, നീ ആരാന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെ മോനാന്ന് പറയും. എന്നാൽ ഞാനൊരു ദൈവവേദിലാണെന്ന് പറയുമോ? ദൈവമക്കളെ, നിങ്ങൾ ഈ കാര്യം ഉറപ്പുവരുത്തണം. ഇന്ന് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു ദൈവവേദിലാണെന്ന് പറയണം. ഞാൻ രക്ഷിക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദിലാണെന്ന് നമ്മൾ സാക്ഷിക്കാൻ ഉറപ്പ് വേണം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, നിങ്ങളുടെ രക്ഷ ഉറപ്പാണ്. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഭൂമിയിൽ എന്ത് സംഭവിച്ചാൽ നീ ക്രിസ്തുവിലായതിനാൽ അവൻ സമ്മതിക്കാതെ ഒരു അനർത്ഥവും നിനക്ക് വരില്ല. കൊറോണയല്ല, ഇനി അതിനേക്കാൾ വലിയത്. ഇതിനു മുമ്പ് സ്വൈൻ ഫ്ലൂ വന്നു, അതിനേക്കാൾ മുമ്പ് ഡാങ്കോ, അങ്ങനെ പല വിധ രോഗങ്ങൾ പടർന്നിങ്ങനെ പിടിച്ചു. ഇതൊന്നും നിനക്കൊരു ദോഷം വരുത്താൻ പറ്റില്ല. കാരണം ക്രിസ്തു അനുവദിക്കാത്തോടത്തോളം മരണത്തിന്റെ അധികാരി ഇപ്പോൾ കർത്താവാണ്.
കർത്താവ് സമ്മതിക്കാത്തോടത്തോളം നമ്മൾ ഇതിനൊന്നും തൊടാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിശ്വസിച്ചു എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ കാണണം. നോഹ വിശ്വസിച്ചു. അവൻ ഇതുവരെ കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. ആ തലമുറയിൽ മഴ എന്താന്നുള്ളത് നോഹയോ നോഹയുടെ പൂർവികന്മാരും ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, ഞാൻ പ്രളയം വരുത്തും, മഴ പെയ്യിക്കും, എന്നിട്ട് ഭൂമി നശിപ്പിക്കും. അപ്പൊ നോഹ അത് വിശ്വസിച്ചു എന്നാ പറയുന്നേ. എബ്രായ ലേഖനം 11:7. അതുവരെ കാണാത്ത കാര്യത്തെക്കുറിച്ച് അവൻ കേട്ടപ്പം അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു, അവൻ വിശ്വസിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു. പ്രളയ സമയത്ത് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നീ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിക്കേണ്ട രക്ഷ ലഭിച്ച് നീ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനായി തീർന്നു കഴിഞ്ഞാൽ നിന്റെ ഉത്തരാധികാരി രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവാ. കർത്താവായ യേശു ക്രിസ്തു അനുവദിക്കാതെ നിനക്ക് ഒന്നും സംഭവിക്കില്ല, അത് ഉറപ്പാ. അപ്പം 1 പത്രോസ് 3:19-20 അവിടെ ഈ കാര്യം പറയുന്നുണ്ട്, നോഹ രക്ഷപ്പെടാനുള്ള കാരണം. അപ്പൊ നോഹ പെട്ടകത്തിനകത്തായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, പുറത്തുള്ളവരെ നശിച്ചു പോയത്. അതുപോലെ ഇന്ന് ക്രിസ്തുവിലാണോ നീ, നിനക്കൊരർത്ഥവും വരത്തില്ല, ഒരനർത്ഥവും വരില്ല. അപ്പൊ ഇത് ഉറപ്പുവരുത്തണം. 2 കൊരിന്ത്യർ ലേഖനം 13:5. നീ വിശ്വാസത്തിലാണോ? നിനക്ക് ലഭിച്ച വിശ്വാസം ഇന്ന് നിന്നിലുണ്ടോ, അതോ നഷ്ടപ്പെടുത്തിയോ? 2, നീ ക്രിസ്തുവിലാണോ? കാരണം റോമർ 8:1 പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിലല്ല എങ്കിൽ, പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ നിനക്കൊരവസരം തരുന്നു, ഞാൻ നിനക്ക് ഒരു അവസരം തരുന്നു. ഈ ഈസ്റ്ററിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? നീ കർത്താവിനായി ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം. വെളിപ്പാട് പുസ്തകം 3:20. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരികയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഇതാണ് അവിടെ പറയുന്നത്. അല്ലാതെ ഈ ലോകരെ പോലെ ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ ചെയ്ത് ഞാൻ സുരക്ഷനാണെന്ന് പറയല്ലേ. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. മത്തായി 24:37-39 ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വായിച്ചു തീർക്കണേ. മത്തായി 24:37-39 വരെ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിൽ. അപ്പൊ അവിടെ പറയുന്നത് നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? അവിടെ വെള്ളപ്പൊക്കം വന്ന് അവരെ ഒഴുക്കിക്കൊണ്ട് പോകുന്നവർ, അവർക്ക് കാര്യമൊന്നും മനസ്സിലായി. അവർ ഈ തീറ്റയും കുടിയിലും മതി പറഞ്ഞു. ഇന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്താണ്? തീറ്റ, പൊടി, കല്യാണം നടത്തല്, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ, വീട് പണിയുക, മോടി പിടിപ്പിക്കുക. അവൻ 2 നിലയുടെ വീട് പണിതാൽ ഞാൻ 4 നിലയുടെ പണിയും, അവൻ 4 നിലയുടെ പണിതാൽ ഞാൻ 6 നിലയുടെ പണിയും, അവൻ 2 ഏക്കർ മേടിച്ചാൽ ഞാൻ 4 ഏക്കർ മേടിക്കും. ഇതിനുള്ള പരിശ്രമത്തിൽ ഇങ്ങനെ ഓടി നടക്കുക. അവർക്കുണ്ടോ അതല്ല കർത്താവ് തന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. സഹോദര, കർത്താവിനെയും കർത്താവിന്റെ ആരാധനയെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഇതൊക്കെ അവസാനം വലിയ ദോഷം വരുത്തി വയ്ക്കും. അന്ന് നമ്മൾ കരഞ്ഞിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ ചിലപ്പോൾ ദൈവം നമ്മളോട് കനിയും. അപ്പം ഇന്ന് ഈസ്റ്ററിന്റെ പേരിൽ നിങ്ങൾ തിന്നു കുടിച്ച് പുറത്തിങ്ങനെ ആഘോഷിച്ച് തിമർത്ത് നടക്കുക. എന്നാൽ വരാനിരിക്കുന്ന നഷ്ടം നികത്താനാകാത്ത നഷ്ടമാണ് കേട്ടോ. 1-ാം പുനരുത്ഥാനത്തിൽ നിന്ന് മാറ്റപ്പെടും. കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന്. അവിടെ ആണ് നമ്മൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. ഇവിടെ എല്ലാവരോടും പറയും ഞാൻ ക്രിസ്ത്യാനിയാ, ഇന്ന പള്ളിയിലെ മെമ്പറാ, അല്ലെങ്കിൽ ഇന്ന കൂട്ടായിലെ മെമ്പറാ, എനിക്ക് വചനം പ്രസംഗിക്കാനറിയാം, ഞാൻ നല്ല പാട്ട് പാടും, ഞാൻ നല്ലോണം പ്രാർത്ഥിക്കും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പരീക്ഷനെ പോലെ ഞാൻ ദശാംശം കൊടുക്കുന്നവന്. ഇതൊക്കെ നമ്മുടെ പരിചയങ്ങള്. ഇതൊന്നല്ല കർത്താവ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. എപ്പോൾ? നമ്മൾ നീതിമാന്മാരായി ജീവിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം.
അല്ലാതെ നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദശാംശം കൊടുക്കുകയും ഇതൊന്നും ചെയ്തിട്ടൊന്നും കർത്താവ് പ്രസാദിക്കാൻ പോകുന്നില്ല. അപ്പം നാം നശിച്ചു പോകാതിരിക്കാൻ, നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പുറമെയുള്ള ഈസ്റ്ററിന്റെ സെലിബ്രേഷനേക്കാൾ അകത്തുള്ള ഈസ്റ്ററിന്റെ സെലിബ്രേഷന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ഇന്നകത്ത് ആത്മാവിൽ ഈസ്റ്ററിന്റെ അനുഭവം ഉണ്ടോ? അവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആത്മാവിൽ ഉയർത്തപ്പെട്ട കർത്താവ് വന്ന് നിന്നോട് സംസാരിച്ചോ? മകനെ, മകളെ, നിനക്ക് വേണ്ടി ഞാൻ യാഗമായി തീർന്ന് മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നിന്നോട് കൂടെ വാസം ചെയ്യുകയാണ്. അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയഘോഷത്തിന്റെയും ധ്വനിയുണ്ടെന്ന്. നമ്മുടെ അകത്ത് ആ ജയധ്വനി നമ്മൾ കേൾക്കണം. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് വരും നമ്മളെ ചേർക്കാൻ. ആ ആശയോട് കൂടിയാണ് ഇന്ന് ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവമക്കൾ ജീവിക്കുന്നത്. കർത്താവിന്റെ വരവിൽ അവർ തീർച്ചയായും ഏർക്കപ്പെടും. അതിന് നമുക്ക് ഒരു സംശയവുമില്ല. അവർ സുരക്ഷിതരാ. കാരണം യൂദായുടെ ലേഖനം ഒരു അധ്യായമുള്ളൂ. അതിന്റെ 1-ാമത്തെ വചനം പറയുന്നത് ദൈവം നമ്മളെ ക്രിസ്തുയേശുവിനായി സുരക്ഷിതരാക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ പൗലോസ് റോമാസഭയ്ക്ക് എഴുതുന്ന വചനം ഒന്ന് വായിച്ചാൽ നമുക്ക് വളരെ ആഴമേറിയ ഒരു കാര്യമാണ്. റോമർ 2:28-29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ചയിലേക്ക് ദൈവം കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പൊ ഇന്ന് നീ പുറമെ ക്രിസ്ത്യാനിയോ അതെയോ ക്രിസ്തു അറിയുന്ന ക്രിസ്ത്യാനിയോ? യോഹന്നാന്റെ സുവിശേഷം 13:18 പറയണേ. യോഹന്നാന്റെ സുവിശേഷം 13:18 ഞാൻ എനിക്കുള്ളവരെ അറിയും. ഞാൻ എല്ലാവരെയും കുറിച്ചും പറയുന്നില്ല, എനിക്കുള്ളവരെ ഞാൻ അറിയുന്നു. ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും മോദി അറിയായി, പക്ഷെ മോദി നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെടരുത് കേട്ടോ. വെറുതെ കർത്താവിനെ ഞാൻ അറിയുമെന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എന്തെങ്കിലും ചെറിയ ലോകപരമായ നേട്ടം കൊണ്ട് ഇത് കർത്താവ് തന്ന ദാനമാണെന്നൊക്കെ പറഞ്ഞ്, കർത്താവ് ആർക്കാ ദാനം കൊടുക്കാത്തെ? മഴ എവിടെയാ പെയ്യാത്തെ? നീതിമാന്റെ കണ്ടെത്തി മാത്രമേ മഴ പെയ്യുന്നുള്ളൂ? അല്ലല്ലോ. അല്ലാത്തവർക്കും മഴ പെയ്യുന്നുണ്ടല്ലോ. സൂര്യൻ നീതിമാന് മാത്രമായിട്ടാണോ? അല്ലല്ലോ. അല്ലാത്തവർക്കും സൂര്യന്റെ വെളിച്ചം കിട്ടുന്നുണ്ടല്ലോ. ഈ ഓക്സിജൻ നീതിമാന് മാത്രമാണോ? ഇതൊക്കെ ഉണ്ടാക്കിയത് ദൈവമാണല്ലോ. അല്ലാത്തവർക്കും ഓക്സിജൻ കിട്ടുന്നുണ്ടല്ലോ, അവർ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന ചില നന്മകളെ കണ്ടുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 12:15 എന്തുവാ അവിടെ പറഞ്ഞത്? ലൂക്ക് 12:15 സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായി. അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനായി. നിന്റെ ബംഗ്ലാവും നിന്റെ വലിയ ഓഡി കാറും അല്ലെങ്കിൽ BMW കാർ ഇതൊന്നും അല്ല ജീവനാധാരം. ജീവനാധാരമായിരിക്കുന്നത് നിനക്ക് രക്ഷയുടെ അനുഭവം ആത്മാവിൽ ലഭിക്കണം. ഈസ്റ്റർ അകത്ത് വേണം. അകത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആത്മാവിൽ വന്ന് നിന്നോട് സംസാരിക്കണം. അപ്പോൾ നീ വിശുദ്ധിയിൽ ജീവിക്കും, വേർപാടിൽ ജീവിക്കും, ദൈവഭയത്തോടെ ജീവിക്കും, ദൈവത്തിനായി ജീവിക്കും, കർത്താവിനായി ജീവിക്കും, കർത്താവിനായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും, കർത്താവിന്റെ മഹത്വം അന്വേഷിക്കും. അപ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ പുറമോടി ഉപേക്ഷിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ക്രിസ്തുവുള്ള ക്രിസ്ത്യാനിയായി ജീവിക്കണം. അവിടെയാണ് നമ്മളുടെ യഥാർത്ഥമായ വിജയം. ഈസ്റ്റർ ഇന്ന് നിനക്ക് ആത്മാവിലില്ലെങ്കിൽ ഇന്ന് ഈസ്റ്റർ നിനക്ക് ആത്മാവിൽ ലഭിക്കാൻ പൂർണ്ണ അവസരമുണ്ട്. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ആദരം കൊണ്ട് ഏറ്റുപറയും. കർത്താവിനെ ഉൾക്കൊള്ളണം, ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അവൻ നിന്നോട് ചേരുവാൻ വ്യഗ്രത കാണിക്കണം. ഇരു കൈകളും നീട്ടി നിന്നെ മാറോട് അണയ്ക്കാൻ നിന്റെ അടുത്ത് അവൻ നിൽപ്പുണ്ട്. മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കായി ഞാൻ എൻ്റെ ജീവിതം വെച്ചു, നിനക്കായി ഞാൻ ജീവിച്ചു, നിനക്കായി ഞാൻ മരിച്ചു, നിനക്കായി ഞാൻ അടക്കപ്പെട്ടു, നിനക്കായി ഞാൻ ഉയർത്തെഴുന്നേറ്റു, നിനക്കായി ഞാൻ സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ നിനക്കായി ഞാൻ മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഈ വചനം കേൾപ്പിക്കുന്നത് ഞാനാണ്, എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കുക. ഞാൻ ഒരു സ്പീക്കറായിട്ട് നിൽക്കുന്നുള്ളൂ. എനിക്കൊന്നുമല്ല മഹത്വം നമ്മുടെ കർത്താവിന്. സകല മഹത്വവും അവനാണ് രക്ഷകൻ. അവനാണ് രക്ഷയ്ക്കായി വില നൽകിയത്. വില നൽകിയവനാണ്
എല്ലാ മഹത്വത്തിനും യോഗ്യൻ. ആ കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ കർത്താവുമായി നീ ഒന്നായി ചേരുന്നതാണ് യഥാർത്ഥമായ ഇഷ്ടം. അങ്ങനെ നീ കർത്താവുമായി ഒന്നാകാതെ വെറും നാട്ടുനടപ്പനുസരിച്ച് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനാ, മാമോദീസ വെള്ളം എൻ്റെ തലയിൽ വീണിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ അച്ഛനുണ്ട്, കപ്പ്യാരുണ്ട്, ബിഷപ്പുണ്ട് എന്നും പറഞ്ഞ് ജീവിക്കാതെ ക്രിസ്തുവുള്ളവനായി ജീവിക്കണം. ക്രിസ്തുവിനെ നീ കൈക്കൊള്ളണം. ക്രിസ്തു നിനക്കായി കാത്തിരിക്കുന്നു. ക്രിസ്തു നിനക്കായി കാത്തിരിക്കുന്നു. നീ ക്രിസ്തുവിനായിട്ടല്ല, ക്രിസ്തു നിനക്കായി കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനം നിന്നിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനം നിന്റെ ജീവിതത്തിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഈ വചനം കേൾക്കുന്നവരിൽ ആരൊക്കെ നിത്യജീവനായി നിയമിക്കപ്പെട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിൽ വിശ്വാസം ഉരുവാകുന്നെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്നറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. നിങ്ങൾ ക്രിസ്തു ഉള്ളവരായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവവുമായി നിങ്ങൾ നിരപ്പായി തീരും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിത്യാനന്ദം, നിത്യസമാധാനം, നിത്യമായ പ്രത്യാശ, ദൈവവുമായിട്ടുള്ള ഏകോപനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിൻ്റെതായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം ഈ ഈസ്റ്റർ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഈസ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരാൻ കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.